നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ സവനാന്റെ വിജയം വളരെ ഗംഭീരമായി ആഘോഷിച്ചു. എങ്ങനെയാണ് ഈ ഒരു വിജയം നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സമദാനിക്ക് പൊന്നാനി പാർലമെന്റ് മണ്ഡലം റെക്കോർഡ് ഭൂരിപക്ഷമാണ് നൽകിയിട്ടുള്ളത്. 2,26,000 പരം വോട്ടുകൾക്കാണ് പ്രിയപ്പെട്ട സമദാനിയെ ഈ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വിജയം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഫാസിസ്റ്റ് ഗവൺമെൻറ്റുകൾക്ക് എതിരായിട്ടുള്ള ജനവിധി മാത്രമല്ല, ഇക്കഴിഞ്ഞ 7-8 കൊല്ലക്കാലമായിട്ട് ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വിധി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു പാഠമായി എടുത്തിട്ടില്ലെങ്കിൽ കനത്ത തിരിച്ചടിയായിരിക്കും പിണറായിക്കും കൂട്ടർക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വരാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. പൊന്നാനി പാർലമെൻറ്റിൽ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ 20 മണ്ഡലങ്ങളിൽ 18 മണ്ഡലങ്ങളിലും UDF ഒരു ജൈത്രയാത്ര വിജയയാത്ര നടത്തിയത് ഇതിൻ്റെ സൂചനയാണ്. എത്ര സീറ്റ് കിട്ടി UDFന്? 18 സീറ്റുകൾ. ആ 18 സീറ്റുകളിൽ തന്നെ 7 മണ്ഡലങ്ങളിൽ 1,00,000-ന് മുകളിലാണ് ഭൂരിപക്ഷമുള്ളത്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തെ മറികടക്കുന്ന ഒരു ജനവിധിയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മളെല്ലാവരും കേരളത്തിൽ ഉറ്റുനോക്കി കണ്ടിരുന്ന ഒരു മണ്ഡലമുണ്ട്, വടകര. 1,00,000-ന് മേലെ കവിഞ്ഞല്ലോ. അതെ. അതും തീർച്ചയായിട്ടും നമുക്കറിയാലോ, അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് CPM ഉണ്ടാക്കിയ വർഗീയ ധ്രുവീകരണം, കാഫിർ പ്രയോഗമൊക്കെ നടത്തി ഏത് വിധേനയും വിജയിക്കാമെന്നുള്ള ഇവിടുത്തെ മതേതര വിശ്വാസികളെ ചേരികളായി തിരിച്ച്, ഹിന്ദുവെന്നും മുസൽമാൻ എന്നൊക്കെ ചേരി തിരിച്ച് BJP പോലും നടത്താൻ മടിക്കുന്ന തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനാണ് CPM ശ്രമിച്ചത്. അതിനേറ്റ കനത്ത തിരിച്ചടിയാണ് പ്രിയപ്പെട്ട ഷാഫി പറമ്പലിന്റെ ഉജ്ജ്വലമായ വിജയം. താങ്ക് യു. സംഘടിപ്പിക്കുന്ന വിജയാഘാത പ്രകടനമാണ്. ഈ വാഹനത്തിന്റെ പിറകിലായി കടന്നു വരികയാണ്. ആശീർവദിച്ചാലും അനുമോദനങ്ങൾ അർപ്പിച്ചാലും ചരിത്രങ്ങളിൽ നിന്നും മറ്റൊരു ചരിത്രത്തിലേക്ക് പൊന്നാനിയുടെ മണ്ണ് LDFന്റെ പൊന്നാപുരം കോട്ടയെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് 2,35,000 വോട്ടിന്റെ ഭൂരിപക്ഷം സമ്മാനിച്ച പൊന്നാനിയിലെ പ്രമുഖയായ ജനതയ്ക്ക് 1000 അഭിവാദ്യങ്ങളും നന്ദിയും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് സംഘടിപ്പിച്ച് വിജയാഘാത പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരുന്നത്. ചരിത്രങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുന്നു. പൊന്നാനി